ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ഗ്രീൻ പീസ് ഫ്രൈ ആയാലോ? അപ്പോൾ കറി വേണ്ടാന്ന് പറഞ്ഞു മക്കൾ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുത്തന്നെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സവാള ഒന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടുത്തന്നെ മുന്തിരിയും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുന്തിരി ഒന്ന് നന്നായിട്ട് ബേക്കിംഗ് സോഡയിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സവാള ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവാള ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തത്. ഗ്രീൻ പീസ് ഞാനൊരു ഏകദേശം 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില ആയതുകൊണ്ട് തണ്ടടക്കം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കറിവേപ്പിലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതൊന്ന് നന്നായിട്ടൊന്നായി വരട്ടെ. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികളായിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഏറ്റവും നന്നായിട്ട് ഈ 3 പൊടികൾ മതി, വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഗ്രീൻ പീസ് ഫ്രൈൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാലില്ലേ ഈ ഒരു സംഭവം കിട്ടാറുണ്ട്. കോഴിക്കോട് ബീച്ചിൽ, അങ്ങനെ ചില ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങിക്കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തട്ടുകടയിൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ ഗ്രീൻ പീസ് ഫ്രൈ. എൻ്റെ മുമ്പ് എൻ്റെ ഇക്ക ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ ഗ്രീൻ പീസ് നന്നായിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 3 മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് എഗ് ഫ്രൈ ആണല്ലോ, അപ്പം മുട്ട മെയിനാണല്ലോ. അപ്പം മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് അതിൻ്റെ കൂടെ സ്ക്രാമ്പിൾ ആയിക്കോളും. അപ്പോൾ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇടാനുള്ളൂ. കുറച്ച് പച്ചമുളകും പിന്നെ തക്കാളിയും കൂടി ഇടാനുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതും കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ.